മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിറങ്ങിയ ദൃശ്യം. സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ഒരു സാധാരണ സിനിമയാണ് ദൃശ്യം 3 എന്നതും അമിത പ്രതീക്ഷ ആരും വെക്കരുതെന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സംവിധായകനായ ജിത്തു ജോസഫ്. ദൃശ്യം 2വിനേക്കാൾ മികച്ചതായിരിക്കണം ദൃശ്യം 3 എന്ന് തന്നോട് പലരും പറഞ്ഞുവെന്നും, എന്നാൽ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി താൻ പ്രത്യേകം ഒന്നും ചെയ്തില്ലെന്നും ജിത്തു ജോസഫ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ: എനിക്ക് ഫ്രാഞ്ചൈസി എന്ന് പറയാൻ ദൃശ്യം മാത്രമേ ഉള്ളൂ. അതിനെ ഞാൻ വളരെ ഓർഗാനിക് ആയിട്ടാണ് സമീപിച്ചത്. അതുതന്നെയാണ് ദൃശ്യം 2ലും 3ലും സംഭവിക്കാൻ പോകുന്നത്. ദൃശ്യം 2വിനേക്കാൾ ഒരു മികച്ച കഥയായിരിക്കണം ദൃശ്യം 3യുടേതെന്ന് എന്ന് പലരും എന്നോട് പറഞ്ഞു. അങ്ങനെ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജോർജ് കുട്ടിയും കുടുംബത്തെയാണ്. 7 വർഷത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതാണ്. ജോർജ് കുട്ടിയുടെ കഥാപാത്രം ഒരുപോലെ തുടരുന്ന രീതിയാണ് കഥ ഒരുക്കിയിരിക്കുന്നത്. മക്കളുടെ കഥാപാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ദൃശ്യം 2വിലേക്ക് വരുമ്പോൾ ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് കരുതിയ നാട്ടുകാർ അങ്ങനെയല്ലെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ദൃശ്യം 3ലും. അല്ലാതെ ദൃശ്യം 2 ഹിറ്റായതുകൊണ്ട് മൂന്നാം ഭാഗം ഹിറ്റടിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല. ജോർജ് കുട്ടിയും കുടുംബത്തെയുമാണ് ചിത്രീകരിക്കുന്നത്. അത് സിനിമയായി വരുമ്പോൾ മനസ്സിലാകും. ഒന്നാം ഭാഗം പോലെ അല്ലായിരുന്നു രണ്ടാം ഭാഗം. 2ൽ അല്പം വ്യത്യസ്തമാണ് മൂന്നാം ഭാഗം എന്ന് ജിത്തു ജോസഫ് പറയുന്നു. ആദ്യത്തെ മലയാളത്തിലെ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്ന് വരെ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞു. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത്.